ഗുഡ് മോർണിംഗ്. എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് കൂടുതൽ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്താലല്ലേ നിങ്ങൾക്ക് എക്സാമിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ടെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ കൂടുതലും കൊണ്ട് വരുന്നത്. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 1 1 as center, 4 5 is a point on the circle, find the radius of the circle. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാവേ. ആദ്യം നമ്മൾ സർക്കിൾ ഒന്ന് വരയ്ക്കുകയാണ്. സർക്കിളിൻ്റെ സെൻറ്റർ പറഞ്ഞിട്ടുണ്ട് 1 1 ആണ്. സെൻറ്ററിന് O എന്ന് കൊടുക്കുക. വേറൊരു പോയിന്റും ഉണ്ട് 4 5. ഞാൻ ആ പോയിന്റിന് എ എന്നും കൊടുത്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സെന്റർ തൊട്ട് സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? സെന്റർ തൊട്ട് സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഒ എ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. ഒ എ ഇവിടെ എന്താണ്? ഒയുടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ റേഡിയസ് തന്നെ ആകത്തില്ലേ? അപ്പൊ നമുക്ക് റേഡിയസ് എഴുതാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസിന്റെ ഫോർമുല? x2 minus x1 the whole square plus y2 minus y1 the whole square. എനിക്കറിയാം ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ഇപ്പം ഈ ഫോർമുല പറഞ്ഞിട്ടുണ്ടായി. കാരണം മറ്റു വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിപ്പോൾ പഠിച്ചിട്ടുണ്ട്. വാല്യൂസ് കൊടുക്കാം. ഇത് ഞാൻ x1 y1, ഇത് x2 y2. എപ്പോഴും പറയുന്ന പോലെ x1 y1 കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. x2 എത്രയാണ്? 4 മൈനസ് x1 എത്രയാ? സോറി, ഇവിടെ ഞാൻ തെറ്റിച്ചെഴുതിയത്, സോറി കേട്ടോ. 4 minus 1 the whole square plus y2 എത്രയാണ്? 5 minus 1 the whole square is equal to 4 minus 1 എത്രയാണ്? 3 square. 5 minus 1 4ന്റെ സ്ക്വയർ. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? 3യുടെ സ്ക്വയർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം? 9. 4ന്റെ 16. 16 plus 9 is equal to 25. Root of 25 is equal to 5. Therefore, radius is equal to 5 unit. കിട്ടി 2 മാർക്ക്. സിമ്പിളായിട്ട് എത്ര? 1 മിനിറ്റ് കൊണ്ടല്ലേ? ഫോർമുല നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് നിങ്ങൾ ചെയ്യും, എനിക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പറഞ്ഞോ? കറക്റ്റാ. എക്സ് മൈനസ് എ the whole square plus y minus b the whole square is equal to r square, where a and b are the center of the circle and r is the radius. ഇതാണ് നമ്മുടെ സർക്കിൾ. സെന്റർ ഏതൊക്കെയാണ്? എയും ബിയും ആറ് റേഡിയസ്. ഞാൻ പറഞ്ഞിട്ട് വരാം. പക്ഷെ നമുക്കിവിടെ സെന്ററിന്റെ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എയുടെ ബിയുടെ സ്ഥാനത്തോട്ട് എന്ത് ചെയ്താൽ മതി? ഈ 1 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പൊ കൊടുത്തേ എക്സ് മൈനസ് എ എത്രയാ? 1 the whole square plus y minus b യും 1 the whole square is equal to റേഡിയസ് കിട്ടിയായിരുന്നു നിങ്ങൾക്ക് 5 എന്ന്. 5 സ്ക്വയർ. ഇതാരാ? എക്സ് മൈനസ് 1 the whole square ആരാ? ഒരു ഐഡന്റിറ്റിയാ. പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. എല്ലാവർക്കും അറിയാം, എനിക്കറിയാം. എ മൈനസ് ബി the whole square is equal to a square minus 2ab plus b square. അല്ലേ? ഈ ഫോർമുല മറന്നെന്ന് പറഞ്ഞാൽ നല്ല അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എത്രാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയത്? ഇനി എത്ര ക്ലാസ്സുകൾ ഇത് അപ്ലൈ ചെയ്യേണ്ടതാണ്? ഇത് മറക്കല്ല. ഓക്കെ, നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം എക്സ് മൈനസ് 1 the whole square കൊടുക്കാം. ഇതിനകത്ത് എ ആരാണ്? ഇത് എ, 1 ബി എഴുതിക്കേ. അപ്പൊ എന്നാ വരും? ആദ്യം എ സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ്, കണ്ടോ സൈൻ, 2 ഇൻറ്റു എ ഇൻറ്റു ബി. അപ്പൊ 2 ഇൻറ്റു എ എത്രയാ? എക്സ്. ബി എത്രയാ? 1 പ്ലസ് ബി സ്ക്വയർ എത്രയാ? 1 സ്ക്വയർ പ്ലസ് ഇത്ര, ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടു. അടുത്തത് ഇതും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറാ അല്ലേ? എ സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു, ഈ മൈനസ് കണ്ടോ? ഈ മൈനസ് ആട്ടോ ആ ഫോർമുല. 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ബ്രാക്കറ്റ് മാറ്റാൻ പോവാണ്. എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 2x. അപ്പൊ സൈൻ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 2x പ്ലസ് 1 വൈ സ്ക്വയർ. ഇത് മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 1 2y പ്ലസ് 1 സ്ക്വയർ y is equal to 25. നമ്മൾ ഇക്വേഷൻ ആക്കാൻ വേണ്ടി ഒരു ഓർഡർ വേണമല്ലോ. സ്ക്വയർ ആദ്യം, പിന്നെ എക്സ്, പിന്നെ y, അങ്ങനെ. അപ്പൊ ആദ്യം വൈ സ്ക്വയർ എഴുതി, പിന്നെ വൈ സ്ക്വയർ എഴുതുക. വൈയുടെ അതിന്റെ വൈ സ്ക്വയറിന്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് വൈ സ്ക്വയർ. ഇനി അടുത്ത് നമ്മൾ 2x എഴുതാം. മൈനസ് 2x. ഇനി y എഴുതുക. മൈനസ് 2y. കണ്ടോ, അവിടെ സൈൻ സഹിത കൊണ്ടുവരുന്നത്. പിന്നെ പ്ലസ് 1 പ്ലസ് 1, 2 പ്ലസ് 1 വരുമ്പോൾ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 25. നമുക്ക് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ 25നെ കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം.
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y പ്ലസ് 2 ഇവിടെ 25 പ്ലസ് ആ ഈക്വൽ ഇപ്പുറത്ത് വരുമ്പോൾ അതെന്നായിട്ട് മാറും -25 ഈസ് ഈക്വൽ ടു 0. ഇങ്ങോട്ട് എഴുതാവേ എക്സ് സ്ക്വയർ കാണാമല്ലോ വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y ഇവിടെ നോക്കിയേ പ്ലസ് 2 മൈനസ് 25 ഒരു പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ പറ യെസ് ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ 25 2ന്റെ ഡിഫറൻസ് കണ്ടേ 23 വലുതാരാ 25ന്റെ സൈൻ കൂടെ കിടക്കുന്ന സൈൻ ആരാ മൈനസ് അപ്പൊ ആൻസർ ആരാ -23 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ ഈ ഭാഗത്ത് ഇച്ചിരി കൺഫ്യൂസ്ഡ് ആകരുത് അങ്ങോട്ടും ഇങ്ങോട്ട് സൈൻ മാറില്ല കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്തു പോയാൽ കറക്റ്റ് ആൻസർ അവസാനം വരെ കിട്ടും. ഇടയ്ക്ക് എങ്ങാൻ ശ്രദ്ധ മാറിപ്പോയെങ്കിൽ പ്ലസ് മൈനസ് മാറും നമ്മുടെ ഫൈനൽ ആൻസർ മാറും. ഓക്കെ ഇനി തേർഡ് എന്നാ ചോദിച്ചേക്കുന്നത് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് 6 വാട്ട് ഈസ് ദ വൈ കോർഡിനേറ്റ് ഒന്നുമില്ല നമ്മുടെ ആ ഫോർമുല ഇല്ലേ സർക്കിൾ ഫോർമുല എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളത് ഇവിടെ എക്സ് 6 ആണെന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വൈ എത്രയാണ് ഇപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 6 ഇട്ടേ 6 മൈനസ് എ ദ ഹോൾ സ്ക്വയർ എ എത്രയാ നമുക്ക് 1 ഉണ്ട് 6 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ അറിയില്ല ഇവിടെ ബി ഉണ്ട് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റേഡിയസ് അറിയാം 5 സ്ക്വയർ 6 മൈനസ് 1 എത്രയാ 5 5ന്റെ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ 5ന്റെ സ്ക്വയർ എത്രയാ 25 പ്ലസ് വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 5ന്റെ സ്ക്വയർ. ഇനി നമുക്ക് വൈയുടെ വില കാണാൻ വേണ്ടി നമുക്ക് ഈ വൈ വരുന്ന അതിനെ മാത്രം വിട്ടിട്ട് ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുവരും ചെയ്യുന്നത്. ഈ 25നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുവാണ് ഈ 25 ഇവിടെ കിടപ്പുണ്ട് ഇത് പ്ലസ് 25 ഇപ്പുറത്ത് വരുമ്പം -25 ആൻസർ എന്നാ 0. അപ്പോൾ വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. വൈ ഇതിലായിട്ടും കിട്ടിയിട്ടില്ല വൈ ഇപ്പോൾ വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് കിടക്കുന്നത്. ഓക്കെ നമുക്കത് കണ്ടുപിടിക്കാം വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇനി ഇത് സ്ക്വയർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഏത് സംഖ്യയുടെ സ്ക്വയർ മാറ്റണമെങ്കിൽ അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പം ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപോലെ ചെയ്യണം അല്ലെങ്കിൽ വാല്യൂ വ്യത്യാസം വരും. അപ്പൊ നമുക്കിവിടെ 0 ആയിട്ട് നമുക്ക് പ്രശ്നമില്ല ഇപ്പൊ ഇവിടെ അല്ലാത്ത കേസിൽ രണ്ട് സൈഡിലും ഒരുമിച്ച് വേണം നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്യുവാണെങ്കിൽ ചെയ്യാം. ഇവിടെ റൂട്ട് കണ്ടാൽ മതിയേ വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് ഇസ് ഈക്വൽ ടു നമ്മൾ 0യുടെ റൂട്ട്. ഇനി റൂട്ട് കണ്ടാൽ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത് ഒരു സംഖ്യയുടെ സ്ക്വയർ ഉണ്ടെങ്കിൽ ആ സ്ക്വയറിനെ മാറ്റണമെങ്കിൽ സ്ക്വയർ ഉണ്ടെങ്കിൽ സ്ക്വയറിനെ മാറ്റാൻ റൂട്ട് ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് ഇടുമ്പോൾ സ്ക്വയറിന് പോകും ആര് മാത്രമായിട്ട് വരും നമുക്ക് വൈ മൈനസ് 1 മാത്രമായിട്ട് വരും. 0യുടെ റൂട്ട് എത്രയാണ് 0. അപ്പോൾ വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 വൈ ഒറ്റയ്ക്കാക്കിക്കേ -1 ഇപ്പുറത്തോട്ട് പോകും ഇവിടെ ആരുണ്ട് 0 ഉണ്ട് -1 ഇപ്പുറത്ത് വരുമ്പോൾ എന്നാകും +1 ദാറ്റ് ഈസ് y is equal to 1. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ. അല്ലെ നിങ്ങൾ വിചാരിക്കില്ല ഇവിടെ y - 1 ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് a - b ദ ഹോൾ സ്ക്വയറിന്റെ ഫോം ആണല്ലോ അങ്ങനെ ചെയ്യാമല്ലോ അങ്ങനെയും ചെയ്യാം പക്ഷെ അത് ഇച്ചിരി നീണ്ടു പോകും എന്തിനാ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് കോംപ്ലിക്കേഷൻ ഇല്ല എന്നാലും എന്തിനാ അത്രയും ചെയ്യുന്നത് ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാമല്ലോ കണ്ടോ സ്ക്വയർ മാറ്റണമെങ്കിൽ റൂട്ട് കണ്ടാൽ മതി റൂട്ട് ആയാലും നമ്മൾ അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ട് സിമ്പിൾ ആയിട്ട് വരും വൈയുടെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പൊ ഇതെല്ലാവരും ചെയ്യത്തില്ലേ എന്റെ വീഡിയോ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ചെയ്യത്തില്ലേ ചെയ്യണേ എല്ലാവരും ചെയ്ത് ഫുൾ മാർക്ക് മേടിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് ചെയ്ത് മാർക്ക് മേടിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. ഓക്കെ എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കുക. താങ്ക് യു.